നന്ദു നന്ദു അച്ഛനും ഞാനും തമ്മില് ഇങ്ങനൊരു തർക്കം ഉണ്ടാവുന്ന ജീവിതത്തിൽ ഒരിക്കലും കരുതിയതല്ല. അച്ഛൻ എന്നെ തല്ലുക സ്വപ്നത്തെ പോലും ചിന്തിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കണ്ണു നിറഞ്ഞ സഹിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു അച്ഛൻ. കുഞ്ഞിലെ വീർത് കാണിക്കുമ്പോ അമ്മ എന്നെ തല്ലും. അപ്പൊ അച്ഛൻ അമ്മയെ വഴക്കുറയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നിപ്പോ ആ അച്ഛൻ എന്നെ തല്ലി. എന്നുവെച്ചാ എന്റെ അച്ഛൻ എന്നെക്കാൾ വിലപ്പെട്ടത് ആ പെണ്ണ. അതെനിക്ക് വ്യക്തമായി കഴിഞ്ഞു. അങ്ങനെയൊന്നും അല്ല നന്ദു. അങ്ങനെ തന്നെയാണ്. ഈ തല്ലില് അതൊക്കെ വ്യക്തമാണ്. ആ തനുജയ്ക്ക് വേണ്ടി അച്ഛനെ തല്ല് മാത്രമല്ല, വേണ്ടി വന്ന കൊല്ലുകയും ചെയ്യും. എന്തൊക്കെയാ നന്ദു ഈ പറയുന്നേ? ഞാൻ പറയുന്നൊക്കെ സത്യമാണെന്ന് നിനക്ക് വൈകാതെ മനസ്സിലാവും. നീ നോക്കിക്കോ, താമസിക്കാതെ തന്നെ അവളോടൊപ്പം അവളുടെ അമ്മ ഇവിടേക്ക് എത്തും. നന്ദു എന്തൊക്കെയാ ഈ പറയുന്നേ? അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കാരുമായി ബന്ധപ്പെട്ട എന്തോ പ്രശ്നമാ. ഓരോ സാഹചര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നതാ. അച്ഛനെ നമുക്ക് അറിഞ്ഞൂടെ. ഒരു സാഹചര്യത്തിലും അച്ഛനെ തെറ്റിദ്ധരിക്കരുത്. അച്ഛന്റെ യഥാർത്ഥ നിറം പുറത്തു വന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അച്ഛനെ തെറ്റിദ്ധരിക്കുന്നില്ല. നേരത്തെയായിരുന്നു തെറ്റിദ്ധരിച്ചിരുന്നൊക്കെ. അച്ഛൻ നല്ലവനാണ്, മഹാനാണ്, ലോകത്ത് എന്റെ അച്ഛനേക്കാൾ നല്ലതായി മറ്റാരുമില്ലെന്നൊക്കെ. അതൊക്കെ എന്റെ തെറ്റിദ്ധാരണകളായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോ ശരിയായ ധാരണയിലെത്തി. അച്ഛൻ ആരാണെന്ന് ഇപ്പൊ എനിക്ക് പിടികിട്ടി. അമ്മയും നമ്മളെയൊക്കെ വഞ്ചിച്ചിരുന്നൊരു മനുഷ്യൻ. ഒന്ന് നിർത്ത് നന്ദു. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല. ചുറ്റിനും ശത്രുക്കളെ നിരന്നു നിന്നപ്പോ നമുക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്ന ഒരേ ഒരാളായിരുന്നു അച്ഛൻ. നമ്മുടെ ബലവും വിശ്വാസവും ഒക്കെ അച്ഛനായിരുന്നു. ഒക്കെ അഭിനയായിരുന്നു. ഇതുപോലുള്ള കള്ളത്തങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് മറച്ചു വെക്കാനുള്ള അഭിനയം. നമുക്കൊരാവശ്യം വന്നപ്പോ നമ്മുടെ കൂടെ നിന്നാൽ തിരിച്ച് അച്ഛന്റെ ഈ അവസ്ഥയില് നമ്മൾ കൂടെ നിൽക്കുമെന്ന് കരുതി അതിനുവേണ്ടി നമ്മളെ കൂട്ടുപിടിച്ചതായിരുന്നു. പക്ഷേ ഈ വിഷയത്തില് ഞാൻ അമ്മയ്ക്കൊപ്പം ആയിരിക്കും. അമ്മയ്ക്കൊരു ഷോക്കാവണ്ടെന്ന് കരുതിയാ അച്ഛൻ അവളെ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയ കാര്യം ഞാൻ അമ്മയോട് പറയാത്തെ. എന്റെ ചേച്ചിയുടെ കല്യാണം അലങ്കോലാക്കാനാ ആ പെണ്ണ് വന്നത്. കുടുംബത്തിന് വേണ്ടിയാ അവക്കെതിരെ പരാതി കൊടുത്തത്. എന്നിട്ട് ആരും അറിയാതെ ആ പരാതി പിൻവലിച്ചിരിക്കുന്നു. അപ്പോ അമ്പലത്തിൽ വെച്ച് അഭിനയിക്കായിരുന്നില്ല അച്ഛൻ. അതുമല്ല, നമ്മുടെയൊക്കെ അനുവാദമില്ലാതെ പരാതി പിൻവലിക്കാൻ എന്താ അച്ഛൻ അവകാശം? ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ഞാൻ സംസാരിക്കാം അച്ഛനോട്. ആര് സംസാരിച്ചാലും ശരി, അച്ഛൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞേ പറ്റൂ. ആ പെണ്ണ് ആരാണെന്ന് കുടുംബത്തിന് മുന്നിൽ വ്യക്തമാക്കണം. എല്ലാം തുറന്നു പറയുന്നവരെ ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും എന്റെ നിലപാട്. ഈ രീതി ആര് നോക്കിയാലും മാറാനും പോകുന്നില്ല. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.